ഇല്ലങ്ങളുടെ കഥ എനിക്കധികം അറിയില്ലെങ്കിലും മല്ലപ്പള്ളിയിൽ ജനിച്ച് വളർന്ന മല്ലപ്പള്ളി ജീവിച്ച ഒരു പ്രഗത്ഭ വ്യക്തിയായിരുന്നു വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. അദ്ദേഹത്തിൻ്റെ തറവാട് മല്ലപ്പള്ളി പരിയാരത്തിൽ മണിമലയാറിൻ്റെ തീരത്തായിരുന്നു. പിന്നീട് അദ്ദേഹം വെണ്ണിക്കുളത്ത് വളർന്നതുകൊണ്ടാണ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്നുള്ള പേര് കിട്ടിയത്. അദ്ദേഹം പരിയാരത്തിലെ കാവുംപുറം സ്കൂളിൽ കുറച്ച് നാളുകൾ അധ്യാപകനായിട്ട് ജോലി ചെയ്തിരുന്നു എന്ന് ഞാൻ കേട്ടിരുന്നു. പിന്നീട് മല്ലപ്പള്ളിയിൽ പൂവനത്തമ്പുരാൻ ഉണ്ടായിരുന്നു. മണിമലയാറിൻ്റെ തീരത്ത് ധാരാളം നായർ തറവാടുകളും അവരുടേതായിട്ടുള്ള കൊട്ടാരങ്ങളും മറ്റും ഉണ്ടായിരുന്നു എന്ന് ഒരു പഴമ കഥയാണ്. പക്ഷേ എനിക്ക് അതുമായിട്ട് വലിയ സമ്പർക്കമൊന്നുമില്ലായിരുന്നു. പ്രൈമറി സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ പൂവനത്തമ്പുരാനെ ഞാൻ കണ്ടിട്ടുണ്ട്. പൂവനത്തമ്പുരാനെന്നും പൂവന കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാൽ വലിയ കൊട്ടാരമൊന്നുമല്ല, എങ്കിലും അതിൻ്റെ മാന്യത അവർക്ക് കൊടുത്തിരുന്നു. ഒരു കാവുണ്ടായിരുന്നു, അത് ഞങ്ങളെ വളരെ പേടിയോടുകൂടി നോക്കുന്ന ഒരു കാവുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പിലായിരുന്നു പൂവനക്കടവ്. അത് അവരുടെ സ്വന്തമായിരുന്നു. പക്ഷേ പിന്നീട് അത് സർക്കാർ വകയായി. അതിൻ്റെ മുകളിൽ കൂടെയാണ് ഇപ്പോഴത്തെ മല്ലപ്പള്ളി പാലം. 1950കളുടെ തുടക്കം വരെ അതുണ്ടായിരുന്നു.